നമ്മളിന്ന് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും കൂടെ വയ്ക്കാൻ പോവാണ്. ആദ്യം ചക്കക്കുരു അരിഞ്ഞ് കുക്കറിൽ വെച്ച് ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ അത് സിമ്മാക്കിയിട്ട് ഒരു 3-4 വിസിലും കൂടെ അടുപ്പിക്കുക. ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ട ചക്കക്കുരു വേവാൻ താമസം എടുക്കുമെന്നാണ് മമ്മിയുടെ അഭിപ്രായം. അപ്പോൾ പിന്നെ തേങ്ങ, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എല്ലാ കറിക്കും മുളക് പൊടിക്ക് പകരം കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. കാരണം കൂടുതലും കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. ചക്കക്കുരു അങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കൂടെ ഉപ്പും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ചേർത്ത് കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. മുരിങ്ങാക്കോലും മാങ്ങയും ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വാങ്ങി വെച്ചിട്ട് അടുപ്പത്തൊരു ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുകിട്ട് കൊടുക്കണം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ശരിക്കും മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ കറി റെഡിയായി.